CACB എക്സാമിന്റെ ഫുൾ സിലബസ് കവറിംഗ് വീഡിയോ സീരീസിന്റെ അക്കൗണ്ടൻസിയുടെ മൂന്നാമത്തെ ക്ലാസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ അക്കൗണ്ടൻസിയുടെ 1-2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബേസിക് ടേംസുകളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് CACBയുടെ എക്സാമിന് പലതരത്തിലായിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. അപ്പൊ ബേസിക് ടേംസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏകദേശം ഇന്ന് നമ്മളൊരു കുറച്ച് ടേംസ് നമ്മൾ പരിചയപ്പെടും. എല്ലാം ഈ ക്ലാസ്സിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സുകളിലൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ആദ്യത്തെ ടേം എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒന്ന് പറഞ്ഞു വെച്ചിരുന്നതാണ്, ട്രാൻസാക്ഷൻ. ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈവൻസ് ഒക്കേർഡ് ഇൻ എ ബിസിനസ്. ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ ഉണ്ടാകുന്ന ഈവന്റുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ട്രാൻസാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈവന്റ്സ് ഒക്കേർഡ് ഇൻ എ ബിസിനസ് ഈസ് കാൾഡ് ട്രാൻസാക്ഷൻ. അപ്പൊ ഈവന്റ് എന്ന് പറയുമ്പോൾ മോണിറ്ററി ഈവന്റും ഉണ്ട്, നോൺ മോണിറ്ററി ഈവന്റും ഉണ്ട്. ഒരു ബിസിനസ് സ്ഥാപനമാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ അവിടെ പലതരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ സംഭവങ്ങളെയാണ് നമ്മൾ ഈവന്റ് എന്ന് പറയുന്നത്. അത് മോണിറ്ററി ഈവന്റും ഉണ്ട്, നോൺ മോണിറ്ററി ഈവന്റും ഉണ്ട്. അപ്പം ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഈവന്റുകളാണ്. ഈവന്റുകൾ എന്ന് പറയുമ്പോൾ എങ്ങനത്തെയൊക്കെ ഉണ്ട്? മോണിറ്ററി ഈവന്റുകളും ഉണ്ട്, നോൺ മോണിറ്ററി ഈവന്റും ഉണ്ട്. ഓക്കെ, അപ്പൊ ട്രാൻസാക്ഷൻസിനെ മെയിൻലി ക്ലാസിഫൈഡ് ഇൻടു 2, മോണിറ്ററി ട്രാൻസാക്ഷൻസ് ആൻഡ് നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻസ്. മോണിറ്ററി ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ മോണിറ്ററി ഈവന്റ് എന്ന് പറയുന്നത്. നോൺ മോണിറ്ററി ട്രാൻസാക്ഷനെയാണ് നമ്മൾ നോൺ മോണിറ്ററി ഈവന്റുകൾ എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന എങ്ങനെയാണ്? ട്രാൻസാക്ഷൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു എന്ന് ചോദിച്ചാൽ പലരും പറയുന്നത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്നും ക്യാഷ് ട്രാൻസാക്ഷൻ എന്നുമാണ്. അല്ല, ട്രാൻസാക്ഷനെ ക്ലാസിഫൈ ചെയ്യുന്നത് എത്രയായിട്ടാന്ന് ചോദിച്ചാൽ മോണിറ്ററി ട്രാൻസാക്ഷൻ എന്നും നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻ എന്നുമാണ് പറയേണ്ടത്. ഈ മോണിറ്ററി ട്രാൻസാക്ഷൻ ആണ് എക്കോണമിക് ഈവന്റ് എന്ന് പറയുന്നത്. നോൺ മോണിറ്ററി ആണ് നമ്മൾ നോൺ എക്കോണമിക് ട്രാൻസാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയോ? ഇനി മോണിറ്ററി ട്രാൻസാക്ഷനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് എത്രയായിട്ട്? 2 ആയിട്ട്, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്നും ക്യാഷ് ട്രാൻസാക്ഷൻ എന്നും. ഓക്കെ, അപ്പൊ ഏത് ട്രാൻസാക്ഷനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? മോണിറ്ററി ട്രാൻസാക്ഷനെയാണ് 2 ആയി ക്ലാസിഫൈ ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്നും ക്യാഷ് ട്രാൻസാക്ഷൻ എന്നും. ക്ലിയർ ആയോ? അതില് എന്താണ് ക്യാഷ് ട്രാൻസാക്ഷൻ? ഇമ്മീഡിയറ്റ് പേയ്മെന്റ് നടത്തുന്ന ട്രാൻസാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ there is no ക്രെഡിറ്റ്, റെഡി പൈസ അല്ലെങ്കിൽ റെഡി പേയ്മെന്റ് നടത്തുന്ന അല്ലെങ്കിൽ റെഡി റിസീവബിൾ നടത്തുന്ന ട്രാൻസാക്ഷനെയാണ് നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് വിളിക്കുന്നത്. അത് മറ്റൊരു ദിവസത്തേക്ക് അല്ലെങ്കിൽ നാളേക്ക് എന്ന് പറഞ്ഞ് അവിടെ മാറ്റിവെപ്പില്ല. ഇപ്പൊ തന്നെ പൈസ കൊടുക്കുകയോ മേടിക്കുകയോ ചെയ്യുന്നു. അതാണ് ഇമ്മീഡിയറ്റ് പേയ്മെന്റ് ഓർ റിസീവബിൾ ഓഫ് ക്യാഷ്. ഇമ്മീഡിയറ്റ് പേയ്മെന്റ് ഓർ റിസീവബിൾ ഓഫ് ക്യാഷ് ആണ് ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് ഓർ റിസീവബിൾ പോസ്റ്റ് പോണ്ട് ഫോർ എ ഫ്യൂച്ചർ ഡേറ്റ്. അപ്പം മറ്റൊരു ദിവസത്തേക്ക് അല്ലെങ്കിൽ നാളത്തേക്ക് എന്ന് പറഞ്ഞ് നമ്മൾ പേയ്മെന്റോ റിസീവബിളോ മാറ്റി വെക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ, അല്ലെങ്കിൽ നമ്മൾ പറയും വായ്പാ ഇടപാടുകൾ എന്ന് പറയും. മനസ്സിലായോ? മോണിറ്ററി ട്രാൻസാക്ഷന്റെ അല്ലെങ്കിൽ മോണിറ്ററി ഈവന്റിന്റെ, അതായത് പൈസയുടെ രൂപത്തിലുള്ള ട്രാൻസാക്ഷനെയാണ് 2 ആയി ക്ലാസിഫൈ ചെയ്യുന്നത്, ക്യാഷ് ട്രാൻസാക്ഷൻ എന്നും ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്നും. ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ റെഡി പേയ്മെന്റ് ഓർ റിസീവബിൾ ഓഫ് ക്യാഷ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ പേയ്മെന്റ് ഓഫ് ക്യാഷ് ഈസ് പോസ്റ്റ് പോണ്ട് ഫോർ എ ഫ്യൂച്ചർ ഡേറ്റ് ഈസ് കാൾഡ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. ഇത്രയും ക്ലിയർ ആയോ നിങ്ങൾക്ക്? മോണിറ്ററി ട്രാൻസാക്ഷനും ഉണ്ട്, നോൺ മോണിറ്ററി ട്രാൻസാക്ഷനും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അവിടെ മോണിറ്ററി ട്രാൻസാക്ഷന്റെ എക്സാമ്പിൾ എന്താണെന്ന് നിങ്ങളൊന്ന് അറിയണം. ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ്. എന്താണ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ? ഈവന്റ് ആണെന്ന് പറഞ്ഞു. എന്തെങ്കിലും ഒരു സംഭവം അവിടെ നടന്നാൽ അത് ട്രാൻസാക്ഷനാണ്. അങ്ങനെയാകുമ്പോൾ മോണിറ്ററി ട്രാൻസാക്ഷന്റെ എക്സാമ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ പൈസയുടെ രൂപത്തിലുള്ള ഏതെങ്കിലും ഒരു ഇടപാട് എവിടെ നടക്കണം? സ്ഥാപനത്തിൽ നടക്കണം.
പൈസയുടെ രൂപത്തിലുള്ള എന്ന് പറയുമ്പം അതാണ് നമ്മൾ മോണിറ്ററി ടേംസ് എന്ന് പറയുന്നത്. അത് മാത്രമേ നമ്മൾ അക്കൗണ്ടൻസിയിൽ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, റെക്കോർഡ് ചെയ്യത്തുള്ളൂ. ശരിയല്ലേ? അപ്പൊ നമ്മൾ അക്കൗണ്ടൻസിയിൽ റെക്കോർഡ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? മോണിറ്ററി ട്രാൻസാക്ഷൻ ആണ്. ഞാൻ പറഞ്ഞു വന്നത് മോണിറ്ററി ട്രാൻസാക്ഷന് എക്സാമ്പിൾ ചോദിച്ചാൽ നമുക്ക് എന്തൊക്കെ പറയാം? സാലറി പെയ്ഡ് പറയാം, പർച്ചേസ് പറയാം, സെയിൽസ് പറയാം. ഇതെല്ലാം ഏതിന് എക്സാമ്പിൾ ആണ്? മോണിറ്ററി ട്രാൻസാക്ഷൻ എക്സാമ്പിളാ. എന്ന് പറഞ്ഞാൽ നമ്മൾ അക്കൗണ്ടൻസിയിൽ റെക്കോർഡ് ചെയ്യുന്ന, അതായത് ജേണൽ എഴുതുന്നത്, ലെഡ്ജർ എഴുതുന്നത്, ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതുന്നത്, ബാലൻസ് ഷീറ്റിൽ എഴുതുന്നത്, ഇതെല്ലാം നമ്മൾ ഏത് മാത്രമേ എഴുതത്തുള്ളൂ? മോണിറ്ററി ട്രാൻസാക്ഷൻ എഴുതൂ. അതെല്ലാം തന്നെ മോണിറ്ററി ട്രാൻസാക്ഷന്റെ എക്സാമ്പിൾ ആണ്. ക്ലിയർ ആയോ? അപ്പൊ മോണിറ്ററി ട്രാൻസാക്ഷന്റെ എക്സാമ്പിൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും പറയാം. അതിനകത്ത് പൈസയുടെ എമൗണ്ട് എടുത്തു പറഞ്ഞിരിക്കണം. ഓക്കെ, അതായത് സാലറി പെയ്ഡ് എത്ര രൂപയെന്ന് പറയണം, അല്ലെങ്കിൽ പർച്ചേസ് ഫോർ ക്യാഷ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ രൂപ എത്രയാണെന്ന് എടുത്തു പറയണം. സെയിൽസ്, ഇതൊക്കെ എല്ലാം ഏതിന് എക്സാമ്പിളാ? മോണിറ്ററി ട്രാൻസാക്ഷന് എക്സാമ്പിളാ. എന്നാൽ നോൺ മോണിറ്ററി ട്രാൻസാക്ഷനും എവിടെയുണ്ട്? ഒരു ബിസിനസ് സ്ഥാപനത്തിലുണ്ട്. അത് നമ്മൾ അക്കൗണ്ടിങ്ങിൽ എഴുതത്തില്ല. പക്ഷെ അതിനൊരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. പറയുമ്പോൾ അക്കൗണ്ടിങ്ങിന് 3 ബ്രാഞ്ചസ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ ഉള്ള ക്ലാസ്സിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അക്കൗണ്ടിങ്ങിന്റെ 3 ബ്രാഞ്ചസ് എന്ന് പറയുന്നത് ഏതൊക്കെയാ? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്. അതില് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലും കോസ്റ്റ് അക്കൗണ്ടിങ്ങിലും ഏതാണ് എഴുതുന്നത്? മോണിറ്ററി ട്രാൻസാക്ഷൻസ് മാത്രമേ റെക്കോർഡ് ചെയ്യൂ. എന്നാൽ അക്കൗണ്ടൻസിയുടെ ഒരു ബ്രാഞ്ചായ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനകത്ത് ഏതുകൂടി എഴുതും? നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻസ് കൂടി അതിനകത്ത് ഉൾപ്പെടുത്തുന്നു. ഒരു എക്സെപ്ഷണൽ കേസ് ആയിട്ട് നമ്മൾ പറയുന്നത് നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻസ് കൂടി എഴുതുന്ന അക്കൗണ്ടിങ്ങിന്റെ ഒരു ബ്രാഞ്ചാണ് ഏത്? മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് എന്തിന്റെ എക്സാമ്പിൾ ആയിരുന്നു? നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻ എക്സാമ്പിൾ പറയാൻ പറഞ്ഞ ഡിസിഷൻ മേക്കിംഗ് ബൈ മാനേജ്മെന്റ് എടുക്കുന്ന തീരുമാനങ്ങള്, കമ്മ്യൂണിക്കേറ്റിംഗ് ദ ഡിസിഷൻ ടേക്കൺ ബൈ ദ മാനേജ്മെന്റ് എടുത്ത ഡിസിഷൻസ് അത് താഴെ ലെവലിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം ഏതിന് എക്സാമ്പിളാ? നോൺ മോണിറ്ററി ട്രാൻസാക്ഷന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? മാനേജ്മെന്റ് എടുക്കുന്ന തീരുമാനങ്ങൾ, ആ എടുത്ത തീരുമാനങ്ങൾ താഴെ ലെവലിലേക്ക് എന്ത് ചെയ്യുന്നു? അത് കൈമാറുന്നത്. ഇത് ഏതിന് എക്സാമ്പിൾ ആണ്? ഈ നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻ. അവിടെ നടക്കുന്ന നോൺ മോണിറ്ററി ആയിട്ടുള്ള ട്രാൻസാക്ഷന് എക്സാമ്പിൾ ആണ്. എവിടെ നടക്കുന്ന? ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്ന നോൺ മോണിറ്ററി ആയിട്ടുള്ള ട്രാൻസാക്ഷന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ്. പലർക്കും നോൺ മോണിറ്ററി ട്രാൻസാക്ഷന് എക്സാമ്പിൾ ഒന്ന് പറയാൻ പറഞ്ഞാൽ പലർക്കും അറിയത്തില്ല. ഞാൻ ക്ലാസ്സുകളിൽ കുട്ടികളോട് ചോദിക്കുമ്പോഴും അവർക്ക് ഏതാണ് അതിന്റെ എക്സാമ്പിൾ എന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? നോൺ മോണിറ്ററി ട്രാൻസാക്ഷന്റെ എക്സാമ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ ഡിസിഷൻ മേക്കിംഗ് ബൈ ദ മാനേജ്മെന്റ് എന്നും കമ്മ്യൂണിക്കേഷനും ഒക്കെ നിങ്ങൾക്ക് ഏതിന്റെ ഭാഗമായിട്ട് വരാം. അതുപോലെ പ്ലാനിങ്, ഇതെല്ലാം ഏതാണെന്ന് പറയാം? നോൺ മോണിറ്ററി ട്രാൻസാക്ഷന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായി. ഇതിൽ മോണിറ്ററി ട്രാൻസാക്ഷന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഏതെന്ന് പറയുന്നത്? ക്യാഷ് ട്രാൻസാക്ഷനും ക്രെഡിറ്റ് ട്രാൻസാക്ഷനും. ഓക്കെ, അതിൽ ക്യാഷ് ട്രാൻസാക്ഷൻ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. റെഡി പേയ്മെന്റുകൾ നടത്തുകയാണെങ്കിൽ അത് ക്യാഷ് ട്രാൻസാക്ഷനും, പേയ്മെന്റ് പോസ്റ്റ് പോണ്ട് ഫോർ എ ഫ്യൂച്ചർ ഡേറ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് വിളിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ടൻസിയിൽ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എഴുതുന്നുണ്ട് ഇല്ലയോ? അത് എഴുതുന്നോണ്ടാണ് നമുക്ക് ഡേ ബുക്കുകൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരുന്നത്. ശരിയല്ലയോ? നമ്മൾ അക്കൗണ്ടൻസിയിൽ കൂടുതലും നമുക്ക് ഉള്ളതെല്ലാം ഏതാണ്? ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഡേ ബുക്കുകൾ എഴുതേണ്ടി വരുന്നത്. പർച്ചേസ് ഡേ ബുക്ക്, സെയിൽസ് ഡേ ബുക്ക് പോലെയുള്ള ഡേ ബുക്കുകൾ നമ്മൾ എഴുതുന്നത് ഈ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയി. അതുപോലെ ക്യാഷ് ട്രാൻസാക്ഷൻ എന്താണെന്ന് ക്ലിയർ ആയി. അപ്പൊ ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി. ഇനി ഈ ട്രാൻസാക്ഷൻ തന്നെ മറ്റൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റേണൽ ട്രാൻസാക്ഷനും ഉണ്ട്, എക്സ്റ്റേണൽ ട്രാൻസാക്ഷനും ഉണ്ട്. അപ്പൊ നമുക്കിപ്പോ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ഒരാൾ ചോദിക്കുക, ട്രാൻസാക്ഷൻസ് മേ ബി ക്ലാസിഫൈഡ് ഇൻറ്റു. അപ്പൊ ട്രാൻസാക്ഷൻസിനെ അത് മോണിറ്ററിയുടെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുമ്പോൾ മോണിറ്ററി എന്നും നോൺ മോണിറ്ററി എന്നും, അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് മണിയുടെ അടിസ്ഥാനത്തിൽ, പൈസയുടെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമ്മൾ പറയും ഏതാണ്? മോണിറ്ററി എന്നും നോൺ മോണിറ്ററി എന്നും. എന്നാൽ ഈ ട്രാൻസാക്ഷൻസ് നടത്തുന്ന വ്യക്തികളെ ബേസിൽ, അല്ലെങ്കിൽ ആരൊക്കെ തമ്മിലുള്ള ട്രാൻസാക്ഷൻ ആണ് അതിന്റെ ബേസിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്താൻ പറഞ്ഞാൽ
അത് എങ്ങനെ ക്ലാസിഫിക്കേഷൻ വരും? ഇന്റേണൽ ട്രാൻസാക്ഷൻ എന്നും എക്സ്റ്റേണൽ ട്രാൻസാക്ഷൻ എന്നും. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ ട്രാൻസാക്ഷൻസിന്റെ ക്ലാസിഫിക്കേഷൻ, പ്രധാന ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് മണിയിലുള്ളതാണ്. മോണിറ്ററി ട്രാൻസാക്ഷനും നോൺ മോണിറ്ററി ട്രാൻസാക്ഷനും. ക്ലിയർ ആയല്ലോ? എന്നാൽ ട്രാൻസാക്ഷൻസിനെ അത് സംഭവിക്കുന്നത് ആരൊക്കെ തമ്മിലാണ്, അതായത് ഏതൊക്കെ വ്യക്തികൾ തമ്മിലാണ്, അതായത് ബിസിനസ്സിനകത്തുള്ളവരും ബിസിനസ്സിന് പുറത്തുള്ളവരും അല്ലെങ്കിൽ ബിസിനസ്സിനകത്തുള്ളവർ മാത്രമായിട്ട് അങ്ങനെ നടത്തുന്ന ട്രാൻസാക്ഷനെ വെച്ചുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഏതാണ്? ഇന്റേണൽ ട്രാൻസാക്ഷൻ എന്നും എക്സ്റ്റേണൽ ട്രാൻസാക്ഷൻ എന്നും, അല്ലെങ്കിൽ ഇന്റേണൽ ഈവന്റ് എന്നും എക്സ്റ്റേണൽ ഈവന്റ് എന്നും നമ്മൾ പറയും. ഓക്കെ, അപ്പൊ എന്താണ് ഇന്റേണൽ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഇന്റേണൽ ഈവന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, ബിസിനസ്സിനകത്തുള്ളവർ തമ്മിൽ നടത്തുന്ന ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇന്റേണൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ബിസിനസ്സിനകത്തുള്ളവർ എന്ന് പറയുമ്പോൾ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ നടത്തുന്ന ട്രാൻസാക്ഷൻ, അല്ലെങ്കിൽ ടോപ്പ് ലെവൽ മാനേജ്മെന്റും മിഡിൽ ലെവൽ മാനേജ്മെന്റും തമ്മിൽ നടത്തുന്ന ട്രാൻസാക്ഷൻ, ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഇന്റേണൽ ട്രാൻസാക്ഷൻ എന്ന് വിളിക്കും. മനസ്സിലായോ നിങ്ങൾക്ക്? ബിസിനസ്സിനകത്തുള്ള മാനേജ്മെന്റ്, നിങ്ങൾക്കറിയാം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ടോപ്പ് ലെവലും മിഡിൽ ലെവൽ ബോട്ടം ലെവൽ. അതിൽ ടോപ്പ് ലെവലും മിഡിൽ ലെവലും അല്ലെങ്കിൽ മിഡിൽ ലെവലും ബോട്ടം ലെവലും തമ്മിൽ നടത്തുന്ന, അങ്ങനെ ലെവൽ ഓഫ് മാനേജ്മെന്റുകൾ തമ്മിൽ നടത്തുന്ന ട്രാൻസാക്ഷൻസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇന്റേണൽ ട്രാൻസാക്ഷൻസ് എന്ന് വിളിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിനകത്തുള്ളവരും ബിസിനസ്സിന് പുറത്തുള്ള ഔട്ട്സൈഡേഴ്സ്, അതായത് ഈ ബിസിനസ്സിനകത്തുള്ളവരും ബിസിനസ്സിന് പുറത്തുള്ളവരെ നമുക്ക് ഔട്ട്സൈഡേഴ്സ് എന്ന് വിളിക്കാം. അപ്പൊ അവര് തമ്മിൽ നടത്തുന്ന ട്രാൻസാക്ഷനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? എക്സ്റ്റേണൽ ട്രാൻസാക്ഷൻ എന്ന് വിളിക്കാം. മനസ്സിലായോ? അല്ലാതെ പുറത്തുള്ളവർ തമ്മിലല്ല. പുറത്തുള്ളവർ തമ്മിൽ നടത്തിയാൽ അത് നമ്മളെ ബിസിനസ്സിനെ ബാധിക്കുന്നതാണോ? അല്ല. അപ്പൊ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ബിസിനസ്സിനകത്തുള്ളവര് തമ്മിലാണെങ്കിൽ അത് ഇന്റേണലും, ബിസിനസ്സിനകത്തുള്ളവരും ബിസിനസ്സിന് പുറത്തുള്ള ഔട്ട്സൈഡേഴ്സും തമ്മിൽ നടത്തുന്ന ട്രാൻസാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എക്സ്റ്റേണൽ ട്രാൻസാക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് കൂടുതലും അക്കൗണ്ടൻസിയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് നമ്മുടെ ബിസിനസ്സിനകത്തുള്ളവരെന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ്സിന് പുറത്തുള്ള ഔട്ട്സൈഡേഴ്സും തമ്മിലുള്ള ട്രാൻസാക്ഷനാണ് നമുക്ക് അക്കൗണ്ടൻസിയിൽ റെക്കോർഡ് ചെയ്യേണ്ടി വരുന്നത്. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പർച്ചേസ് നടത്തി എന്ന് പറയുമ്പോൾ ബിസിനസ്സും പുറത്തുള്ളവരും തമ്മിലാ. സെയിൽസ് നടത്തി എന്ന് പറയുമ്പോൾ ബിസിനസ്സും പുറത്തുള്ളവരുമാ, ഇല്ലയോ? എന്നാൽ അകത്തുള്ളവർ തമ്മിലുള്ള ഒരു ട്രാൻസാക്ഷന് എക്സാമ്പിൾ ആണ് സാലറി പെയ്ഡ്. ഇപ്പം അകത്തുള്ളവർ നമ്മളെ അകത്തുള്ള പ്രധാനപ്പെട്ട ബിസിനസ്സിനകത്തുള്ളവർ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാഫുകൾ, എംപ്ലോയീസ്. അത് നമ്മുടെ ബിസിനസിന്റെ ഭാഗമാണ്, ബിസിനസ്സിനോട് ചേർന്ന് നിൽക്കുന്നവരാണ്, ബിസിനസ്സിനകത്തുള്ളവരാണ്. അപ്പൊ ബിസിനസ്സിനോട് ചേർന്ന് നിൽക്കുന്നവരെ എന്നുവെച്ചാൽ ബിസിനസ്സിനകത്ത് തന്നെ നിൽക്കുന്നവരെയാണ് നമ്മൾ ആരെന്ന് വിളിക്കുന്നത്? ഇന്റേണൽ എന്ന് പറയുന്നത്. അതായത് നമ്മളെ ബിസിനസ്സിനകത്തുള്ളവര് തമ്മിലുള്ള ട്രാൻസാക്ഷന്റെ എക്സാമ്പിൾ ആണ് സാലറി പെയ്ഡ്. സാലറി നമ്മൾ ആർക്കാ കൊടുക്കുന്നത്? എംപ്ലോയീസിനല്ലേ. എംപ്ലോയീസ് എവിടെ ഉള്ളതാ? നമ്മുടെ ബിസിനസ്സിലുള്ളവരാ. അപ്പൊ അവർക്ക് കൊടുക്കുന്ന സാലറി പെയ്ഡ് ടു എംപ്ലോയീസ്, അത് ഏതിന് എക്സാമ്പിളാ? ഇന്റേണൽ ട്രാൻസാക്ഷൻ എക്സാമ്പിളാ. എന്നാൽ ഒരു എക്സ്റ്റേണൽ ട്രാൻസാക്ഷന്റെ എക്സാമ്പിൾ ആണ് പർച്ചേസസ്, സെയിൽസ്, അതുപോലെ തന്നെ കമ്മീഷൻ പെയ്ഡ്, റെന്റ് പെയ്ഡ്, അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ്, ഇതുപോലെയുള്ള ഇൻഷുറൻസ് പെയ്ഡ്, ഇതുപോലെയുള്ളതെല്ലാം ഏതിന് എക്സാമ്പിളാ? ഈ പറഞ്ഞ എക്സ്റ്റേണൽ ട്രാൻസാക്ഷന് എക്സാമ്പിളാ. ഓക്കെ, അപ്പൊ എക്സ്റ്റേണൽ ട്രാൻസാക്ഷനും ഉണ്ട്, ഇന്റേണൽ ട്രാൻസാക്ഷനും ഉണ്ട്. അപ്പൊ ട്രാൻസാക്ഷൻ പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. ട്രാൻസാക്ഷനെ ഇൻ ടേംസ് ഓഫ് മണി ആണെങ്കിൽ മോണിറ്ററി എന്നും നോൺ മോണിറ്ററി എന്നും, അതിൽ മോണിറ്ററിയെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. മോണിറ്ററി ട്രാൻസാക്ഷൻ ക്യാൻ ബി അഗെയിൻ ക്ലാസിഫൈഡ് ഇൻടു ടു, ക്യാഷ് ആൻഡ് ക്രെഡിറ്റ്. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ നോൺ മോണിറ്ററി ട്രാൻസാക്ഷന്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അല്ലാണ്ട് ഇത് നടത്തുന്ന വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ പറയുന്നതെങ്കിലാണ് ഇന്റേണൽ എന്നും എക്സ്റ്റേണൽ എന്നും നമ്മൾ പറഞ്ഞത്. അപ്പൊ അതും ക്ലിയർ ആയല്ലോ. ഇന്റേണൽ ട്രാൻസാക്ഷന്റെ എക്സാമ്പിൾ പറഞ്ഞാൽ ഏത് പറയാം? സാലറി പെയ്ഡ് പറയാം. എക്സ്റ്റേണലിന്റെ ട്രാൻസാക്ഷൻ ഇഷ്ടം പോലെ നമുക്ക് പറയാം. പർച്ചേസ്, സെയിൽസ്, ഇതുപോലെയുള്ള റെന്റ് പെയ്ഡ്, കമ്മീഷൻ പെയ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് പറയാം? ഈ പറഞ്ഞ എക്സ്റ്റേണൽ ട്രാൻസാക്ഷനകത്ത് പറയാം. അപ്പം ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ഇത്രയേ ഉള്ളൂ. ഇത് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത ടേംസ് എന്ന് പറയുന്നത്, ട്രാൻസാക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ടേംസ് എന്ന് പറയുന്നത് എൻറ്റിറ്റി. ENTITY, എൻറ്റിറ്റി. വാട്ട് യു മീൻ എൻറ്റിറ്റി? നമ്മൾ എൻറ്റിറ്റിയുടെ ഒരു അർത്ഥം, നമ്മൾ മലയാള അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനം എന്നുള്ള അർത്ഥത്തില്, അല്ലെങ്കിൽ ഒരു പ്രത്യേക നിലനിൽപ്പുള്ളത് എന്നുള്ള അർത്ഥത്തില്.
അപ്പൊ നമുക്ക് ഒറ്റ വാക്കിൽ അതിന്റെ മീനിങ് പറഞ്ഞു കഴിഞ്ഞാൽ റിയാലിറ്റി ദാറ്റ് ഹാസ് ഡെഫിനിറ്റ് ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ്. ഇതാണ് എന്തിന്റെ മീനിങ്? ഈ പറഞ്ഞ നമ്മളെ എൻറ്റിറ്റിയുടെ മീനിങ്. ഓക്കെ, അപ്പൊ എൻറ്റിറ്റിയുടെ മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിയാലിറ്റി ദാറ്റ് ഹാസ് ഡെഫിനിറ്റ് ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിനെ പോലെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ പോലെ ഒരു പേഴ്സണെ പോലെ പ്രത്യേക നിലനിൽപ്പുള്ള ഒരു സ്ഥാപനം എന്ന അർത്ഥമാണ് എൻറ്റിറ്റി. നമ്മൾ നേരത്തെ തന്നെ കമ്പനിയുടെ മീനിങ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് എ കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് നമ്മൾ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കമ്പനി ഏതിന് തുല്യമാണ്? ഒരു പേഴ്സണ് തുല്യമാണ്. പക്ഷെ അത് ആർട്ടിഫിഷ്യൽ ആണെന്നേ ഉള്ളൂ, അല്ലയോ? അതായത് ആർട്ടിഫിഷ്യലാക്കി ഉണ്ടാക്കിയ ഒരു വ്യക്തിയുടെ എല്ലാ പ്രത്യേകതകളും ഉള്ള അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ഒരു വ്യക്തിക്ക് ഏതിനകത്തെല്ലാം ഇടപെടാൻ പറ്റുമോ അതുപോലെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഉള്ളതാണ് കമ്പനി. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഒരു വ്യക്തിക്ക് എന്തെല്ലാം തരത്തിലുള്ള പ്രത്യേകതകൾ നമ്മുടെ നിയമത്തിനകത്തുണ്ടോ അതെല്ലാം കമ്പനിക്ക് ബാധകമാണ്. ആ ഒരു അർത്ഥത്തിൽ പറയുന്നതാണ് എൻറ്റിറ്റി. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ റിയാലിറ്റി ആണ്, യാഥാർത്ഥ്യമാണ്. എന്ന് വെച്ചാൽ ഒരു വ്യക്തിയെ പോലെ തന്നെ റിയാലിറ്റി ദാറ്റ് ഹാസ് ഡെഫിനിറ്റ് ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ്. അതിനൊരു പ്രത്യേക നിലനിൽപ്പുണ്ട്. ഒരു വ്യക്തിയെ പോലെ തന്നെ ഒരു പ്രത്യേക നിലനിൽപ്പുള്ളത്. ആ അർത്ഥത്തിലാണ് ഏതെന്ന് പറയുന്നത്? എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയോ എൻറ്റിറ്റി എന്താന്നുള്ളത്? ഈ എൻറ്റിറ്റിയില് ഇനി നമുക്ക് മറ്റൊരു പ്രത്യേകത പറയാനുള്ളത്, നമ്മൾ സാധാരണ പറയും സെപ്പറേറ്റ് എൻറ്റിറ്റി എന്ന് പറയുന്നത് പോലെ തന്നെ അതിന് പകരം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അക്കൗണ്ടിങ് എൻറ്റിറ്റി, അല്ലയോ? നമ്മൾ സെപ്പറേറ്റ് എൻറ്റിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ അക്കൗണ്ടിങ് എൻറ്റിറ്റി എന്ന് പറയും. എപ്പോഴാണ് ഒരു എൻറ്റിറ്റിക്ക് അക്കൗണ്ടിങ് എൻറ്റിറ്റി എന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ, എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു വ്യക്തിയെ പോലെ തന്നെ നിലനിൽപ്പുള്ള ഒരു സ്ഥാപനത്തിനെയാണ് നമ്മൾ എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഈ എൻറ്റിറ്റിയില് ഒരു അക്കൗണ്ടിങ് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അക്കൗണ്ടിങ് യൂസ്ഡ് ആസ് എ ഡിവൈസ്, അക്കൗണ്ടിങ് ഒരു ഡിവൈസ് ആയിട്ട് എൻറ്റിറ്റിയിൽ ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നത്? അക്കൗണ്ടിങ് എൻറ്റിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ എല്ലാ സ്ഥാപനത്തിലും ഏത് ഓർഗനൈസേഷൻ എടുത്തു നോക്കിയാലും നമുക്ക് അവിടെ അക്കൗണ്ടിങ് ഉപയോഗിച്ചെങ്കിലേ വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ഥാപനങ്ങളെ എങ്ങനെയും വിളിക്കാം? അക്കൗണ്ടിങ് എൻറ്റിറ്റി എന്ന് വിളിക്കാം. അപ്പൊ എന്തുകൊണ്ട് അക്കൗണ്ടിങ് എൻറ്റിറ്റി എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ, അക്കൗണ്ടിങ് ഈസ് യൂസ്ഡ് ആസ് എ ഡിവൈസ് ഇൻ എവരി ബിസിനസ്. എല്ലാ ബിസിനസ്സിലും എല്ലാ കൺസേണിലും എല്ലാ ഓർഗനൈസേഷനിലും അക്കൗണ്ടിങ് ഒരു ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ അവിടുത്തെ പ്രോഗ്രസ് അറിയാൻ വേണ്ടി, അവിടുത്തെ പ്രോഫിറ്റ് അറിയാൻ വേണ്ടി, സർപ്ലസ് അറിയാൻ വേണ്ടി, അങ്ങനെ അല്ലെങ്കിൽ അസറ്റ് എത്ര ഉണ്ട്, ലൈബിലിറ്റി എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ അക്കൗണ്ടിങ് ഒരു ഡിവൈസ് ആയിട്ട് എല്ലാ കൺസേണിലും എല്ലാ ബിസിനസ് സ്ഥാപനത്തിലും നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് എൻറ്റിറ്റി, സെപ്പറേറ്റ് എൻറ്റിറ്റി എന്ന് പറയുന്നത് പോലെ തന്നെ അതിന് പകരം ഉപയോഗിക്കാവുന്ന ഒരു വാക്കാണ് അക്കൗണ്ടിങ് എൻറ്റിറ്റി. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പൊ അക്കൗണ്ടിങ് എൻറ്റിറ്റി എന്ന് വിളിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾ ഒന്നുകൂടി വ്യക്തമായി മനസ്സിലാക്കുക. അക്കൗണ്ടിങ് ഈസ് യൂസ്ഡ് ആസ് എ ഡിവൈസ് ഇൻ ഈച്ച് ആൻഡ് എവരി കൺസേൺ. ഓക്കെ, സോ ദ എൻറ്റിറ്റി ഈസ് കാൾഡ് അക്കൗണ്ടിങ് എൻറ്റിറ്റി. അപ്പൊ ക്ലിയർ ആയല്ലോ? അപ്പൊ എൻറ്റിറ്റി എന്ന് പറഞ്ഞാല് മനുഷ്യനെ പോലെ ഒരു വ്യക്തിയെ പോലെ സെപ്പറേറ്റ് നിലനിൽപ്പുള്ള, നിയമം അനുശാസിക്കുന്ന എല്ലാ കാര്യങ്ങളും അവർക്കും ബാധകമാണുള്ളത് ഉള്ളത് കൊണ്ട് അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? സെപ്പറേറ്റ് എൻറ്റിറ്റി എന്ന് വിളിക്കുന്നു. ഇത് തന്നെയാണ് സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. സ്പെസിഫിക്കലി ഐഡന്റിഫയബിൾ ബിസിനസ് എന്റർപ്രൈസ് എന്ന് പറയുന്നത് ഏത് ഫീച്ചേഴ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? സ്പെസിഫിക്കലി ഐഡന്റിഫയബിൾ ബിസിനസ് എന്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അല്ലെങ്കിൽ എന്ത് പ്രത്യേകതയാണ്, എന്ത് ഫീച്ചേഴ്സിനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? എന്തിനായിരിക്കും? അതാണ് എൻറ്റിറ്റി. അപ്പൊ എൻറ്റിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു 3-4 ക്വസ്റ്റ്യൻ തന്നെ വരാം. ഓക്കെ, അതിൽ ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. എന്താണ് ആ ക്വസ്റ്റ്യൻ? ഓർത്തിരിക്കണം. കാരണം ഇതെല്ലാം നേരത്തെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ്. സ്പെസിഫിക്കലി ഐഡന്റിഫയബിൾ ബിസിനസ് എന്റർപ്രൈസ് എന്ന് പറയുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്തിനെയാണ്? എൻറ്റിറ്റിയാണ്. ഇനി കമ്പനി ഈസ് എ ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത് ഈ പറയുന്നതിൽ, താഴെ പറയുന്നതിൽ ഏതിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് എന്ത് പറയാം? എൻറ്റിറ്റി എന്ന് പറയാം. കാരണം എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിവിജ്വലി ഐഡന്റിഫയബിൾ ആണ്, സെപ്പറേറ്റ് എടുത്ത് പറയാൻ പറ്റുന്നത്.
അതുകൊണ്ടാണ് നമ്മൾ അതിൽ പറയുന്നതനുസരിച്ച് കമ്പനി, ബാങ്ക് ഇതെല്ലാം അങ്ങനെയുള്ള എല്ലാ സ്ഥാപനങ്ങളെയും നമ്മളൊരു വ്യക്തിയെ പോലെയാണ് കണക്കാക്കുന്നത്. അതായത് നമ്മൾ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിലാണ് അതിനെയെല്ലാം ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതെല്ലാം പറയുന്നത് ഈ എൻറ്റിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റിലൂടെയാണ്. അതായത് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് കമ്പനി, ബാങ്ക് പോലെയുള്ള സ്ഥാപനങ്ങളെ കൂടെ കൊണ്ടുവരുന്നത് അവരെല്ലാം ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണെന്ന് പറഞ്ഞു വെക്കുന്നത് കൊണ്ടാണ് ആ ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾ ഏതിൽ പറയുന്നത്, ഈ സെപ്പറേറ്റ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ് അതിനുണ്ട്, അതൊരു വ്യക്തിക്ക് തുല്യമാണ് അല്ലെങ്കിൽ ഒരാളിന് തുല്യമാണ് എന്ന് പറയുന്നതാണ് എൻറ്റിറ്റി. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാപിറ്റല് എന്തായിട്ട് വരുന്നത്, ഒരു ലയബിലിറ്റി ആയിട്ട് ബിസിനസിനെ കാണിക്കുന്നത്. കാരണം ഓണർ എന്താണ്, ബിസിനസ്സുമായിട്ട് സെപ്പറേറ്റ് ആണ്. ഓണർ കൊണ്ടുവരുന്ന ക്യാപിറ്റല് ബിസിനസിനെ സംബന്ധിച്ചത് ലയബിലിറ്റി ആണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഈ സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റിൽ ഇനി നമ്മൾ വ്യക്തമായി നിങ്ങൾക്ക് എന്താണ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് നമുക്ക് പഠിപ്പിക്കാനുണ്ട്. അതിന് നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള കോൺസെപ്റ്റുകളും ഉണ്ട്. ആ കോൺസെപ്റ്റുകളെല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അതിനകത്ത് ഒരു കോൺസെപ്റ്റ് ആണ് സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. അത് തന്നെയാണ് ഇവിടെ പറയുന്ന എൻറ്റിറ്റി. അതായത് അപ്പൊ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സെപ്പറേറ്റ് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാം, ക്യാപിറ്റൽ ഈസ് ട്രീറ്റഡ് ആസ് എ ലൈബിലിറ്റി. ക്യാപിറ്റലിനെ ലൈബിലിറ്റി ടു എ ബിസിനസ് എന്ന് തന്നെ പറയണം. ബിസിനസിനെ സംബന്ധിച്ച് ക്യാപിറ്റല് ലൈബിലിറ്റി ആയിട്ട് കാണിക്കുന്നത് ഈ എൻറ്റിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ടാണ്. മനസ്സിലായോ? അതായത് ബിസിനസ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് വ്യക്തി, ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ഓണർ എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തി. ആ ഓണർ എന്ന് പറയുന്ന വ്യക്തി ക്യാപിറ്റല് ആർക്ക് കൊടുത്തു, ബിസിനസ് എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മറ്റൊരു വ്യക്തിക്ക് കൊടുത്തു. അപ്പൊ അവിടെ ആ വ്യക്തി മറ്റൊരു നിലനിൽപ്പുള്ള ഒരു പ്രത്യേക സ്ഥാപനമാണ്, ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ക്യാപിറ്റല് ലൈബിലിറ്റി ആയിട്ട് ആർക്ക് വരുന്നത്, ബിസിനസ്സിന് വരുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പം ഇതാണ് എൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി നമ്മൾ ഈ സെപ്പറേറ്റ് എൻറ്റിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് കൺവെൻഷൻസ് ഒക്കെ പറയുന്ന ഭാഗത്ത് നമ്മൾ വളരെ വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞു തരും. അതിന്റെ എക്സാമ്പിൾ എല്ലാം നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അതെല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ അടുത്ത ക്ലാസ്സുകളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്ക് ഇനി വരുന്ന CICBയുടെ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉടനെ തന്നെ കുറെ ക്ലാസ്സുകൾ നമ്മൾ എന്ത് ചെയ്യും, അടുപ്പിച്ചിടുന്നതായിരിക്കും. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി ടേംസിനെ പരിചയപ്പെടാം.